ഇന്ത്യൻ നിയമവ്യവസ്ഥ ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും സങ്കീർണവുമായ ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ നട്ടെല്ലാണ്. ഈ മഹത്തായ സംവിധാനം ലക്ഷക്കണക്കിന് നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും വലയം കൊണ്ട് കെട്ടിപ്പടുത്തിരിക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ നാം പതിവായി കാണുന്ന പല നിയമങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ട്രാഫിക് നിയമങ്ങൾ, നികുതി നിയമങ്ങൾ, മോഷണത്തിലുള്ള ശിക്ഷകൾ. ഇവയെല്ലാം കർശന സ്വഭാവം കൊണ്ട് പൊതുജന ശ്രദ്ധയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നവയാണ്. എന്നാൽ ഇതിനുള്ളിൽ അധികം ആരും അറിയാതെ നിഴലിൽ ഒതുങ്ങിക്കിടക്കുന്ന വിചിത്രമെന്ന് തോന്നാമെങ്കിലും അതീവ പ്രാധാന്യമുള്ള ഒരു കൂട്ടം നിയമങ്ങളുണ്ട്. ഈ അത്ര പരിചിതമില്ലാത്ത നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞത പലപ്പോഴും അനുഗ്രഹമാവാറില്ല. കാരണം നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത ഒരാൾക്കും ഒഴിവ് കഴിവല്ല എന്ന ശക്തമായ നിയമതത്വം അഥവാ ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ് ഇവിടെ ശക്തമായി നിലനിൽക്കുന്നു. ഒരു സാധാരണ പൗരനെന്ന നിലയിൽ ഈ നിഴൽ നിയമങ്ങൾ അറിയാതെ പോകുന്നത് നമ്മെ അപ്രതീക്ഷിത നിയമക്കുരുക്കുകളിലേക്കോ വലിയ സാമ്പത്തിക നഷ്ടങ്ങളിലേക്കോ നയിച്ചേക്കാം. നമ്മുടെ സുരക്ഷയ്ക്കും സ്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഈ മറഞ്ഞിരിക്കുന്ന താളുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ആദ്യമായി പലപ്പോഴും വൻ തട്ടിപ്പുകൾക്ക് സാധ്യതയുള്ള ഒരു മേഖലയിൽ ഉപഭോക്താവിന് സുരക്ഷാ വലയം തീർക്കുന്ന ഒരു നിയമം നോക്കാം. ഒരു സ്ഥാവര വസ്തു അഥവാ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഉടമസ്ഥാവകാശം ഉറപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ പലർക്കും അറിയാത്ത ഒരു സുപ്രധാന നിയമപരമായ ആവശ്യകതയുണ്ട്. നിങ്ങളൊരു ഭൂമിയോ വീടോ വാങ്ങാൻ തീരുമാനിച്ചാൽ വെറും ആധാരമെഴുത്തും രജിസ്ട്രേഷനും കൊണ്ട് മാത്രം നിയമപരമായ നൂലാമാലകൾ തീരുന്നില്ല. നിയമം ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഒരു സ്ഥാവര വസ്തു വാങ്ങുമ്പോൾ നിയമപരമായ ഒരു പൊതു അറിയിപ്പ്, പബ്ലിക് നോട്ടീസ്, പത്രങ്ങളിൽ പ്രത്യേകിച്ചും പ്രാദേശിക ഭാഷാ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കേണ്ടത് നിയമപരമായ ഒരു ആവശ്യകതയാണ്. ഈ അറിയിപ്പിൽ വസ്തുവിൻ്റെ നിയമപരമായ വിവരണം, ലീഗൽ ഡിസ്ക്രിപ്ഷനോ, സർവേ നമ്പർ, വിസ്തീർണം, അതിരുകൾ, കൈമാറ്റത്തിൻ്റെ വിശദാംശങ്ങൾ, ഇടപാട് തീയതി, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കക്ഷികളുടെ ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തണം. എന്തിനാണ് ഈ പത്രപരസ്യം? ഈ പരസ്യം നൽകുന്നതിലൂടെ ആ വസ്തുവിൽ എന്തെങ്കിലും തരത്തിൽ അവകാശം ഉന്നയിക്കാനോ അല്ലെങ്കിൽ തർക്കങ്ങൾ, എൻകംബറൻസ്, ബാധ്യതകൾ, ലയബിലിറ്റീസ്, നിയമപരമായ കുരുക്കുകൾ എന്നിവ ഉണ്ടെങ്കിലോ അത് പൊതുജനത്തെ അറിയിക്കുന്നു. ഉദാഹരണത്തിന് വസ്തുവിൽ യഥാർത്ഥ ഉടമ വിദേശത്തായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പവർ ഓഫ് അറ്റോർണി കൈവശമുള്ളയാൾ വിൽപ്പന നടത്തുകയാണെങ്കിൽ യഥാർത്ഥ അവകാശികൾക്ക് ഇതിൽ പ്രതികരിക്കാൻ ഒരവസരം ലഭിക്കുന്നുണ്ട്. ഈ പരസ്യം കണ്ടിട്ടും നിശ്ചിത സമയപരിധിക്കുള്ളിൽ, സാധാരണയായി അത് 7 മുതൽ 15 ദിവസം വരെയാകാം, ആരും നിയമപരമായ അവകാശവാദം ഉന്നയിക്കുന്നില്ലെങ്കിൽ വാങ്ങുന്നയാൾക്ക് വസ്തുവിൽ വ്യക്തമായ ഉടമസ്ഥാവകാശം, ക്ലിയർ ടൈറ്റിൽ ലഭിക്കുന്നു. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, പ്രാദേശിക നിയമങ്ങൾ കൂടാതെ എൻകംബറൻസ് സെർച്ച് എന്നിവ നടത്തുന്നതിൻ്റെ ഭാഗമായും ഈ നടപടിക്രമത്തിന് വലിയ നിയമപരമായ സാധ്യതയുണ്ട്. വസ്തു ഇടപാടുകളിൽ സുതാര്യത, നീതി, നിയമപരമായ പാലനം എന്നിവ ഉറപ്പാക്കാൻ ഈ നടപടി അത്യാവശ്യമാണ്. വസ്തു വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു മേഖലയിൽ ഈ നിയമം ഉപഭോക്താവിനുള്ള ഒരു സുരക്ഷാ വലയമായി പ്രവർത്തിക്കുന്നു. ഈ പബ്ലിക് നോട്ടീസ് നൽകുന്നതിലെ വീഴ്ച പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വരാവുന്ന നിയമപ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ഇതിനൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമം കൂടി പറയാം. വീടിന് മുന്നിലെ നടപ്പാത. നിങ്ങളുടെ വീടിന് മുന്നിലെ സ്ഥലം നിങ്ങളുടെ സ്വകാര്യ ഇടമല്ല, അത് പൊതുജനത്തിന് അവകാശപ്പെട്ട പൊതു ഇടമാണ് എന്ന അടിസ്ഥാന നിയമതത്വം ഇവിടെ നിർബന്ധമാണ്. ഈ അറിവ് നമ്മെ നിയമപരമായ കുരുക്കുകളിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല, നിയമപരമായ അവകാശങ്ങൾ ഉപയോഗിച്ച് നീതിക്കായി പോരാടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു സ്ഥാവര വസ്തു വാങ്ങുമ്പോൾ പത്രപരസ്യം നൽകാനുള്ള നിയമം ഒരു ഉപഭോക്താവിന് സുരക്ഷിതത്വം നൽകുന്നത് പോലെ തന്നെ ഓരോ നിയമവും ഇന്ത്യൻ പൗരന്മാർക്ക് ഒരു ഉത്തരവാദിത്തമുള്ള ജീവിതം നയിക്കാൻ പ്രചോദനമാകുന്നുണ്ട്. അതിനാൽ നിയമത്തിൻ്റെ പുസ്തകം തുറന്നു പിടിച്ച് ഈ മറഞ്ഞിരിക്കുന്ന താളുകൾ വായിച്ചറിയാനുള്ള ജിജ്ഞാസ ഓരോ ഇന്ത്യക്കാരനിലും ഉണ്ടാവേണ്ടതുണ്ട്. അറിവാണ് ഏറ്റവും വലിയ പ്രതിരോധം.